ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്റ്റേഴ്സ്. പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ ഓഡിയൻസിൻ്റെ മുന്നിൽ സംസാരിക്കുന്ന വ്യക്തിയുടെ ഭാവം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരഭാഷ വേണ്ടത്, ഏതൊക്കെ തരത്തിൽ നമുക്ക് നിൽക്കാം, അതൊക്കെ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു, നമ്മുടെ ഓരോ നിൽപ്പ് പോലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഭാവം, എക്സ്പ്രഷൻ, ഇതെല്ലാം ഒരു പരിധി വരെ ഓഡിയൻസിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പോസ്ചർ എന്ന് പറയുന്നത് ഏതൊരു പ്രസൻറ്റേഷൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് തന്നെയാണ്. കാരണം ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ലീഡ് ചെയ്ത് പോകുന്ന ആൾ ആര് തന്നെയാണ്? ആ സ്പീക്കർ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഓഡിയൻസും അതിൽ കംഫർട്ടബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ എന്താണ് പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസ്ചർ the way in which someone usually hold their shoulders, neck and back, or a particular position in which someone stands, sits, etc. അതായത് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അത് ലീഡ് ചെയ്ത് പോകുന്ന ആ ഒരു സ്പീക്കറിൻ്റെ ഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിൽപ്പ്, അതിനെയാണ് പോസ്ചർ എന്ന് പറയുന്നത്. കണ്ടോ, സംവൺ യൂഷ്വലി ഹോൾഡ്സ് ദെയർ ഷോൾഡേഴ്സ്. എങ്ങനെയാണ് ഷോൾഡേഴ്സ്, നെക്ക്, ബാക്ക് ആൻഡ് പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരാൾ നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ തന്നെ പോസ്ചർ എന്ന് പറയാം. ദ വേ ഹി പ്രസൻറ്റ് ഹിംസെൽഫ് ടു ദ ഓഡിയൻസ്. കാരണം നമ്മൾ നമ്മളെ തന്നെയാണ് ഓഡിയൻസിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. കാരണം ആ രീതിയിലാണ് ഓഡിയൻസിന് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുന്നതും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ഓഡിയൻസ് റിയലൈസസ് ചെയ്യണം ഈ കാര്യങ്ങൾ. അതേപോലെ തന്നെ ആ വ്യക്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ റിലാക്സ് ചെയ്യാനും കൂടുതൽ അറ്റൻഷൻ കിട്ടാനും ഒക്കെ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത് ആ ഒരു സ്പീക്കറുടെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ അങ്ങനെ ഒരു വ്യക്തി പ്രസൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇരിക്കുന്ന ആളുകൾക്കും ഒരു റെസ്പെക്റ്റ് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗുഡ് സ്പീക്കിംഗ് പോസ്ചർ ഹാസ് അതർ ബെനിഫിറ്റ്സ് ടു എ സ്പീക്കർ. കൂടാതെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു അവതരണ ശൈലിയും കൂടി ഉണ്ടെങ്കിൽ അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും സ്പീക്കറെ സംബന്ധിച്ചോളം എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ബ്രീത്ത് ചെയ്യണം പ്രോപ്പറായിട്ട്, പ്രൊജക്ട് ദ വോയിസ് ഇഫക്റ്റീവ്ലി, നമ്മുടെ വോയിസിന് എങ്ങനെയൊക്കെ മോഡുലേഷൻ കൊടുക്കേണ്ടത്, നല്ലൊരു സ്റ്റാർട്ടിങ് പോയിന്റ്, നല്ലൊരു ഗെസ്റ്റർ ഉണ്ടായിരിക്കണം അവിടെ, ബോഡി മൂവ്മെൻ്റ് ഒക്കെ ഏത് ഡയറക്ഷനിലേക്ക് വേണം, അലേർട്ടായിട്ട് കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം അങ്ങനെ വരുമ്പം നമുക്ക് കുറച്ചൊരു പരിഭ്രമോ ടെൻഷനോ അതിൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് പോവുക മൂമെൻറ്റ്സിൽ നിന്ന്, അത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നു. അതിനെയാണ് നമ്മൾ പോസ്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള പോസ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിൽപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം. സ്റ്റാൻഡിങ് പോസ്ചർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡിങ് പോസ്ചർ. എന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ പീപ്പിൾ സ്റ്റാൻഡ് ഈസ് എ സ്ട്രോങ് ഇൻഡിക്കേറ്റർ ഓഫ് ദെയർ മൈൻഡ് സെറ്റ്. ഇത്രയും ആളുകളുടെ മുമ്പിൽ, ഇത്രയും ഓഡിയൻസിൻ്റെ മുമ്പിൽ നമ്മുടെ നിൽപ്പിന് ഭയങ്കര പ്രത്യേകതയാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യം കൺവേ ചെയ്യുന്നത്, നമ്മുടെ നിൽപ്പ് എങ്ങനെയാണ്, അതാണ് സ്റ്റാൻഡിങ് പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്പീക്കർ സ്റ്റാൻഡിന് സ്ട്രോങ് ആൻഡ് സ്റ്റഡി പൊസിഷൻ, നല്ലൊരു സ്ട്രോങ് പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നല്ലൊരു കൺട്രോളിനെയാണ് കാണിക്കുന്നത്, ആ ഒരു ഓഡിയൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ നമ്മുടെ കൈകൾ വെക്കേണ്ട രീതി എങ്ങനെയാണെന്ന്, നമ്മൾ ആക്റ്റീവ്ലി എൻഗേജിങ് ഇൻ ഗെസ്റ്ററിങ്, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. നമുക്ക് ചില സമയത്തെങ്കിലും നമ്മുടെ കൈകൾ റെസ്റ്റിൽ വെക്കാം. അത് വെക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ വെക്കണം, തൂക്കിയിടാവോ അല്ലെങ്കിൽ കൈകൾ ചേർത്ത് നിൽക്കുന്ന രീതികൾ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹോൾഡിംഗ് ലൈക്ക് എ ബാസ്കറ്റ് ബോൾ. ഇനി ഗെസ്റ്ററിങ് ആസ് ഇഫ് യു വർ ഹോൾഡിംഗ് എ ബാസ്കറ്റ് ബോൾ ബിറ്റ്വീൻ യുവർ ഹാൻഡ്സ് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് കോൺഫിഡൻസ് ആൻഡ് കൺട്രോൾ. ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ലെവലിൽ നമ്മൾ കൈകൾ വെച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു കോൺഫിഡൻസും കൺട്രോളിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഓഡിയൻസിന് നമ്മുടെ മുകളിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പൊസിഷനെ കുറിച്ച് പറയുന്നത്. പിന്നെ പാംസ് അപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മളങ്ങനെ കൈകൾ പൊന്തിച്ച് കൈകൾ വിടർത്തി കാണിക്കുമ്പോൾ പാംസ് അപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെന്ന് വെച്ചാൽ അത് തീർച്ചയായും നമ്മുടെ ഒരു ഓപ്പൺനെസ്സിനെയും ഓണസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വൺ ക്യാൻ യൂസ് ദിസ് പോസ്ചർ യൂസ് ഓഫ് ദിസ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. അപ്പോൾ പ്രസൻറ്റേഷനിൽ നമുക്ക് ഇങ്ങനെയും ഒരു
പോസ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, ആ പറയുന്ന വ്യക്തി പവർഫുൾ മാത്രമല്ല വളരെ ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ കൂടിയാണ് എന്നൊരു ബോധ്യം ഓഡിയൻസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പാംസ് ഡൗൺ. ഇനി നമ്മൾ പാംസ് അപ്പ് കാണിച്ചു, ഇനി അതേപോലെ പാംസ് ഡൗൺ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അവിടെ അതിനെയും നമുക്ക് എന്താ പോസിറ്റീവായിട്ട് തന്നെ പറയാം എന്നുള്ളതാണ് പറയുന്നത്. സൈൻ ഓഫ് സ്ട്രെങ്ത്, അതോറിറ്റി, അസർട്ടീവ്നെസ്, ഇതെല്ലാം അതിലൂടെ ഒരു ഓഡിയൻസിന് കൺവേ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റീപ്പിൾ ദ ഹാൻഡ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് കൈകളെ കുത്തനെ വെക്കുന്നത്. സം സ്പീക്കേഴ്സ് പ്രിഫർ ടു സ്റ്റീപ്പിൾ ദെയർ ഹാൻഡ്സ് വിച്ച് ഈസ് വെൻ ഓൾ 5 ഫിംഗർ ടിപ്സ് ഓൺ വൺ ഹാൻഡ് ടച്ച് ദ 5 ഫിംഗർ ടിപ്സ് ഓൺ ദ ഓപ്പോസിറ്റ് ഹാൻഡ്. നമ്മൾ 5 വിരലും കൂട്ടിച്ചേർത്ത് മറ്റൊരു കൈൻ്റെ ഉൾവശത്തേക്ക് വെക്കുന്ന രീതി. ദിസ് ഗിവ്സ് മച്ച് കോൺഫിഡൻസ് ടു സം സ്പീക്കേഴ്സ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്പീക്കർക്ക് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ദ പൊസിഷൻ ഫ്രീക്വൻ്റ്ലി. പൊസിഷൻ ഇടയ്ക്കിടയ്ക്ക് മാറുക. നമ്മൾ ഒരേ സ്ഥലത്ത് നിന്നിട്ട് മെസ്സേജ് കൺവേ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ ഒന്ന് മാറുക എന്നുള്ളതാണ് പറയുന്നത്. ബട്ട് വെൻ യു മൂവ് ഫ്രം വൺ സ്പോട്ട് ടു അനദർ പെർഫോം എ ഗസ്റ്റർ ഓർ വാരി യുവർ സ്റ്റാൻഡ്സ്. ബി ഷുവർ ടു ബാലൻസ് യുവർ ബോഡി വൺസ് യുവർ മൂവ്മെൻറ്റ് ഈസ് കൺക്ലൂഡഡ്. നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ എവിടെ സ്റ്റോപ്പ് ആവണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരാൾക്ക് പ്രസൻറ്റേഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ് എന്താണ്, എങ്ങനെ ഓഡിയൻസിനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ അവർക്കൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാം, പറയുന്ന ആൾക്കാർക്കും കേൾക്കുന്ന ആളുകൾക്കും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ 7 തരത്തിലാണ് പോസ്റ്റേഴ്സ് പ്രസൻറ്റേഷൻ ടൈമിൽ നമുക്ക് നിലവിലുള്ളത്. അത് ഓരോന്നിൻ്റെയും സൈൻ എന്താ, സിമ്പിൾ എന്താ, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഓഡിയൻസിന് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ട് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ കൺവേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്